സൂപ്പർ സൂപ്പർ അമേസിംഗ് സൂപ്പർ. ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് ഈ ഷൂട്ടിംഗ് നടന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ സാറേ സൂപ്പർ. പ്രഭുദേവ, നാഗാർജുന, ചിരഞ്ജീവി ഇവരെല്ലാരും മാർദിക്കും. അത്രയ്ക്ക് നല്ല സ്റ്റെപ്പാ ആയതുകൊണ്ടല്ല, അവര് പഠിച്ചു സ്റ്റെപ്പ് ഇത് കണ്ടാൽ മറന്നുപോകും. അതുകൊണ്ട് പറഞ്ഞതാ. ഇങ്ങനെയൊന്നും കളിച്ച് കാണിക്കല്ലേ സാറേ. ഒരുമാതിരി ഡാൻസ് മാറ്റിയെടുത്ത് മാറ്റേ. ലൈൻ പറയൂ. 18-ാമത്തെ വയസ്സിലായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു മൂക്കുത്തിയിട്ട് മുത്തുമണി എന്നൊരു പെണ്ണ് പാലുമായി ഇങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അതിലേക്ക് പോകും. പിന്നെ അണ്ടി ഓഫീസിലും പോകുമായിരുന്നു. സ്റ്റോറി ലൈൻ പറയാൻ പറഞ്ഞപ്പോ കണ്ണിക്കണ്ട പ്രണയം പറയുന്നു. സ്റ്റോറി ലൈൻ പറയും, കഥാസാരം പറയും. നല്ല സീനിയർ. ഓക്കെ വിട്ടുപോയി സാറേ. സാറിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടീശ്വരനാണ്. ഒരു 10 വിമാനം, 10 റോക്കറ്റ്, 10 ഹെലികോപ്റ്റർ, ഇതെല്ലാം ഒരു കോടീശ്വരനാണ്. പക്ഷേ ഈ കോടീശ്വരനായ താങ്കൾക്ക് ഒരു അസുഖം. എന്താ? കരപ്പൻ. ഈ കരപ്പന്റെ അസുഖം മാറ്റാൻ വേണ്ടി ആശുപത്രി ചെല്ലുമ്പോഴാണ് നഗ്നമായ സത്യം സാർ അറിയുന്നത്. എന്തു പറ്റി? സാറിന്റെ അച്ഛൻ ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സാർ നേരെ എന്ത് ചെയ്യും? പഞ്ചാബിൽ വിളിച്ചു പറയുന്നു, അമേരിക്ക വിളിച്ചു പറയുന്നു, ലോകത്തെ എല്ലാ സ്ഥലങ്ങളും വിളിച്ചു പറയുന്നു എന്റെ അച്ഛനൊരു ഹൃദയം വേണമെന്ന്. ഈ ഹൃദയം കിട്ടുവാൻ വേണ്ടി അടുത്ത സീനറാണ് ആ കാണുന്ന മലയുടെ മുകളിൽ കയറി നിൽക്കുന്നതും ഹെലികോപ്റ്ററിൽ ഒരു ഹൃദയം കൊണ്ടൊരാൾ വരും. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഹൃദയം സാറിന്റെ കയ്യിലോട്ടിരുന്നു. സാർ പിടിക്കുന്നു. എന്നിട്ട് നോക്കിയിട്ട് ഒറ്റ ഡയലോഗ്: സദാശിവൻ 72 വയസ്സ്, ക്ലാപ്സ് ഹോസ്പിറ്റൽ 4-ാം വാർഡ് ICUലേക്ക് പിടിച്ചോളി. ഒറ്റ എറിയണം. ഇതിന്റെ പ്രൊഡ്യൂസർ ലോട്ടറി അടിച്ച ആളല്ലേ? അല്ലാതെ ശരീരം അനങ്ങിയ പൈസ കൊണ്ട് ഈ പിടിച്ചോളിയൊന്നും ആരും പിടിക്കൂല. ഞാൻ ആലോചിക്കുന്നു, സാറിനെ പോലുള്ള ഏത് സംവിധായകനാണ് സാറിനെ പിടിച്ചിങ്ങനെ സിനിമ പിടിപ്പിക്കുന്നത്? എന്നെ പിടിപ്പിക്കുന്ന ആയിരുന്നു മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകന്മാരുടെ കയ്യൊപ്പ് പറഞ്ഞ നടനാണ്. അറിയാമോ? ഏതൊക്കെ സംവിധായകൻ? വേണ്ട, സത്യനന്ദിക്കാട്. ഡയലോഗ് തിരിച്ചതിന് കീച്ച പാട ഇപ്പോഴും കിടപ്പുണ്ട് ഇവിടെ തൊടയില്. അറിയാമോ? പ്രിയദർശൻ സാറ് ക്ലാപ്പ് ബോർഡിന് അടിച്ച പാട് ഇവിടെ കിടപ്പുണ്ട്. കയ്യപ്പ് പറഞ്ഞ ആളാ ഞാൻ. അയ്യേ, അല്ല, ഞാൻ ആലോചിക്കുന്നിരിക്കും, ആരെങ്കിലൊക്കെ സിനിമയിലേക്ക് വരണമെങ്കിൽ ആരെങ്കിലൊക്കെ കാരണക്കാരാവണം. പക്ഷെ സാറിനെ പോലെ കൊണ്ടുവന്നത് ആരെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നമ്മച്ചേ, എന്നെ കൊണ്ടുവന്ന ആളെ എനിക്ക് ഒരാളോടെ കടപ്പാടുള്ളൂ. എന്റെ ബാലൻ. പഠിക്കുന്ന സ്കൂൾ തലത്തിൽ തൊട്ടാണ് അവൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്റെ ബാലൻ. ബാലൻ അറിയാവോ? ഇല്ല. ഞാൻ ഉച്ചക്കഞ്ഞിരാളായിരുന്നു. ആ ബാലൻ കാരണം ആ ഉച്ചക്കുഞ്ഞ് ഞാൻ നിർത്തി. അവൻ ചോറ് കൊണ്ട് എനിക്ക് തരുമായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊരിച്ച മീൻ ഉൾപ്പെടെയുള്ള ചോറ് എനിക്ക് കൊണ്ട് തരുമായിരുന്നു എന്റെ ബാലൻ. അവൻ എന്നിട്ട് ഉച്ചക്കഞ്ഞി കുടിക്കാൻ പോകും. ആ ബാലന്റെ കടുക്കം വിറ്റ കാശ് കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി പോയത്. അറിയാം, വണ്ടിക്കൂലി അവനെ തന്ന അവന്റെ കടുക്കം വിറ്റ കാശ്. ഏത് ലൊക്കേഷനിൽ ചെന്നാലും ഞാൻ ബാല ഇവിടെ ഉണ്ടാവും ഞാൻ നോക്കും. സാറേ, ഈ ബാലൻ എന്ന് പറഞ്ഞാൽ എവിടെയാ താമസിക്കുന്നത്? കുഴിത്തറ ബാലൻ. കാതിൽ കടക്കേട്ടാളല്ലേ? സാർ കറക്റ്റ് സ്ഥലത്താ ഉദ്ദേശിക്കുന്നത്. പുള്ളി ഇവിടെ തൊട്ടപ്പുറത്താ കടയിട്ടേക്കുന്നത്. ഞാൻ കൂടി വിളിച്ചോട്ടെ. സാർ എത്രയും വർഷങ്ങളായിട്ട് കാത്തിക്കുന്ന ഒരാളല്ലേ ഇവിടെ? വിളിക്കണ്ട. ആഹാരം തന്ന ആളല്ലേ സാറേ? വിളിക്കണ്ട, ചുമ്മാ. ഒരു നേരത്തെ ഭക്ഷണം തന്ന ഒരാളല്ലേ സാറേ? വിളിക്കണ്ട. പുള്ളിയുടെ കടുക്കം തന്ന ആളല്ലേ സാറേ? അല്ല, വിളിക്കണ്ടെന്ന്. അതെന്താ വിളിക്കണ്ടെന്ന് പറഞ്ഞ? അന്നൊക്കെ കടുക്കന് 15 രൂപയുള്ളു. ഇന്ന് ഒരു പവൻ എത്ര രൂപയെന്ന് അറിയാം? 1 ലക്ഷം രൂപയാണ്. സാറേ ഓക്കെ അല്ലേ? എന്താ സാറേ? സാറിന് വിഷമാവും. എന്ത് പറ്റി? ഞാൻ പ്രൊഡ്യൂസർ, ഞാൻ കൊള്ളത്തില്ലെന്നും എല്ലാം പറഞ്ഞ? അയ്യോ, അതല്ല സാറേ. പിന്നെ എന്റെ അഭിനയം കൊള്ളത്തില്ലെന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞ? അതുമല്ല. പിന്നെ നമ്മൾ അഭിനയിക്കാൻ വന്ന് ഷൂട്ട് നടക്കുന്ന സ്ഥലങ്ങളിലെ എപ്പോഴും വന്ന് സാറിന്റെ മകനാണെന്ന് പറഞ്ഞ് പരാതി പറയുന്ന ഒരു പയ്യനില്ലേ? അച്ഛനാവണമെന്നും പറഞ്ഞ ഒരാൾ വരുന്നില്ലേ? തേമ്പാമോട് ബാബു. ഇവിടെ വന്നു. ഇവനെ കാരണമാണ് ഈ കാട്ടിൽ ഷൂട്ട് വെച്ച. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ ഷൂട്ട് ചെയ്യും. പുള്ളിക്ക് വേഷമല്ലോ, പിന്നെ പുള്ളി വെച്ചങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? അയ്യോ, അതല്ല, ഞാൻ അവനെ വെടിവെക്കുമെന്ന് പറഞ്ഞു. സാറേ വരുന്നുണ്ട് സാറേ, പുള്ളി ഞാൻ സംസാരിക്കാം. അതെ സാറേ, ഒരുവിധം നമ്മൾ ഒരു ഷൂട്ട് ഒന്നും നടന്നോട്ടെ. ഇന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ ഏതെല്ലാം സ്ഥലത്ത് വന്ന് വയനാട്ടിൽ വന്നപ്പോൾ അവിടെ വന്ന് എന്റെ അച്ഛനെ കാണുമെന്നും പറഞ്ഞു വന്നു. എനിക്ക് വേറൊന്നുമല്ല, എന്റെ അമ്മ പറഞ്ഞു വിട്ടോണ്ടാണ് ഞാൻ വന്നത്. എന്ത് പറഞ്ഞോട്ടെ? എനിക്ക് അച്ഛൻ്റെ പൃഥ്വിക്ക് എനിക്ക് വേണം. പൃഥ്വിക്കും അച്ഛനെ മേടിച്ച് തന്നാ മതി അമ്മ പറഞ്ഞു. സാറേ സാറല്ലേ പറഞ്ഞ പുള്ളിയുടെ അച്ഛനല്ലെന്ന്. പിന്നെ അവർ അമ്മ പറഞ്ഞു പൃഥ്വിക്ക് എന്താ സാർ എടുത്തു? എന്താ വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് അച്ഛനെ കാണാൻ ഞാൻ വന്നത്. എന്താ വേണമെന്നാ? അച്ഛന്റെ കയ്യിൽ നിന്ന് പൃഥ്വി മേടിച്ചോണ്ട് വരാം. അതെന്താ പിതൃപ്പി? അച്ഛനാണെന്ന് പറഞ്ഞ പൃഥ്വി പിതൃത്താണോ? പിതൃത്താണോ? അത് ആദ്യം അവരടുത്ത് നല്ലതുപോലെ പറയാൻ പറ. പിതൃത്വം അല്ല, ഞാനേ ഷൂട്ടടക്കട്ടെ. അതല്ല, എനിക്ക് വേറെ ഒറ്റ കാര്യം മാത്രം മതി. എനിക്ക് എന്റെ അച്ഛന്റെ വായിന്ന് മകനെ എന്നൊരു വിളി മാത്രം കേട്ടാ മതി. അത്രേ ഉള്ളൂ. അപ്പോ സാറേ പ്രശ്നമൊന്നുമില്ല. ഒന്ന് മകനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പൊക്കും. പ്രായം കൊണ്ട് എന്റെ അച്ഛന്റെ കൂടെ ഇരുന്ന് പഠിക്കേണ്ട ഇവനെ ഞാൻ എങ്ങനെ മകനെ വിളിക്കും?
എങ്ങനെ ഞാൻ മകനെ എന്ന് വിളിക്കുന്നതാണ് പറയുന്നത്? അതെ ഒരു മര്യാദ വേണ്ടേ? ഷൂട്ട് നടക്കണം. മകനെ എന്ന് വിളിച്ചാലും ഞാൻ ഇവിടെ നിന്ന് പോകും. ഷൂട്ട് നടക്കൂല. എങ്ങനെ? മകനെ എന്ന് അച്ഛൻ വിളിക്കണമെന്ന്. എക്സ്ക്യൂസ് മീ സാർ, ഒന്ന് മകനെ വിളിച്ച മകനെ. എന്തോന്ന് വിളിയാണിത്? ഏതൊരു അച്ഛൻ അങ്ങനെ അങ്ങനെ വിളിക്കൂ. പിന്നെ വികാരമില്ല. ഇപ്പൊ എങ്ങനെ വിളിക്കണമെന്നാ പറയുന്നത്? നെഞ്ചി തട്ടണം ആ വിളി. നെഞ്ചി തട്ടി മകനെ എന്ന് വിളിക്കണം. ആ. മകനെ പൊക്കോ. തീർന്നു, സംഭവം തീർന്നു. എന്റെ പൊന്നു മാഷ ഒന്ന് പോകും പ്ലീസ്. ഷൂട്ട് നടക്കണം. ഒന്നാമത് നമ്മൾ അടുത്ത സീൻ പ്രശ്നക്കാരനാണല്ലോ ഇവൻ. സാർ അടുത്ത സീൻ എന്ന് പറഞ്ഞു വെച്ചാല് നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഓക്കെ. അവിടെ വെച്ച് സാറിന്റെ അടുത്ത് പറയുകയാണ്, പുല്ല് വെട്ടുന്ന ശാന്തയുടെ മകളുമായി നിനക്കൊരു ബന്ധമുണ്ടല്ലടാ, അതിനൊരു മകളുണ്ടല്ലടാ. എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ? ഹെലികോപ്റ്റർ വിമാനങ്ങളും എല്ലാം ഉണ്ട്. ആ ഞാൻ പുല്ല് വെട്ടുന്ന വേറെ ആരും കിട്ടിയില്ല, നാട്ടിൽ വേറെ ആരും കിട്ടിയില്ല. ഇത് ആരാ കഥ എഴുതിയത്? ഞാൻ തന്നെയാണ്. എന്നിട്ട് അപ്പോൾ എണീറ്റൊന്നും പറയണം അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ എത്രയൊക്കെ എതിർത്താലും പുല്ല് വെട്ടുന്ന ശാന്തയുടെ മകളെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അതിലെനിക്കൊരു മകളുണ്ട്, സത്യം സത്യം സത്യം. ഇത്രേ ഉള്ളൂ. പുല്ല് വെട്ടുന്ന ശാന്തയിൽ ഒരു മകളുണ്ട്, സത്യം സത്യം അല്ലേ? അച്ഛൻ എത്രയൊക്കെ എതിർത്താലും പുല്ല് വെട്ടുന്ന ശാന്തയിൽ എനിക്കൊരു മകളുണ്ട്, സത്യം സത്യം സത്യം. കണ്ണിക്കണ്ട ശാന്തയ്ക്ക് മക്കളെന്ന് പറഞ്ഞപ്പോ അത് ഏറ്റെടുത്തേക്കുന്നു. സ്വന്തം മകനെ ഏറ്റെടുക്കാൻ വയ്യ. ഞാൻ ഇത് ഈ പുള്ളിയെ മാറ്റാം. ഒന്ന് ഇവിടുന്ന് മാറ്റും. ഞാൻ ഒരു കാര്യം കൂടെ സാർ, എന്റെ അമ്മ അറിയാമെന്ന് ചോദിച്ചാണ് സാർ. പുള്ളി അമ്മ അറിയൂ? എനിക്കെങ്ങനെ അറിയാം? ഏതാണ് ആരാണ് അമ്മ? എനിക്ക് അമ്മ അറിയില്ലേ? എനിക്ക് പുള്ളി തന്നെ അറിയില്ല. എന്റെ അമ്മ അറിഞ്ഞൂടാ? അറിയില്ല. എന്റെ അമ്മ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര സിനിമയില്? എത്ര സിനിമയില്? ഏത് സിനിമയില്? ഉദാഹരണത്തിന് വന്ദന സിനിമയില് കുറെ പെണ്ണുങ്ങൾ ആ പാട്ട് സീനില് ചുള്ളിയൊക്കെ വെച്ചിട്ട് താനാ തിന്നാനാന്ന് പറഞ്ഞ പോവില്ലേ, അതിൽ ഫ്രണ്ടിലേ പോണത് എന്റെ അമ്മയാണ്. ആ ചുള്ളിയും കൊണ്ട് പോണത്. ഏത് ചുള്ളിയാ ഏത് കമ്പാന്ന് എനിക്കൊരു പിടിയില്ല. സത്യം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അവരെയൊന്നും കണ്ടിട്ട് പോലും ഇല്ല. എന്റെ അമ്മ അറിഞ്ഞൂടല്ലേ? ഒരു സ്ഥലത്ത് ഒരു നടന്നെടുത്താൽ ഇതിന് മര്യാദ വേണം. അദ്ദേഹത്തിന്റെ മകനാവനുള്ള എന്ത് ക്വാളിറ്റി ഉള്ളൂ തനിക്കുള്ള? ക്വാളിറ്റി ഉള്ളതെന്നാ? അതേ കഴിവ് എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഞാനും ഇപ്പോൾ ഒരു സിനിമ അഭിനയിക്കുന്നുണ്ട്. അച്ഛൻ കാണിക്കുന്ന അതേ ആക്ഷൻ ഞാനും കാണിക്കുന്നുണ്ട്. എന്ത് ആക്ഷനാണ് നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ കാണിച്ച ആക്ഷൻ അച്ഛൻ എല്ലാ സിനിമയും കാണിക്കുന്ന ആക്ഷൻ ഉണ്ടല്ലേ? ഇങ്ങനെ ആക്ഷൻ ഉണ്ട്. കാണിക്കും. ഒന്ന് അച്ഛനാണെന്ന് പറ, അല്ലെങ്കിൽ ഇവിടെ പിടഞ്ഞു വിട്ട് ചാവും. പിന്നല്ലോ എണീച്ചാണ് വല്ല മാനവും ഉണ്ട്. ഒരാളുടെ മുമ്പ് വന്ന് കോപ്രായം കാണിക്കുന്നതിന്. അതെല്ലാം ഇവിടെ നിങ്ങൾ രണ്ടുപേരും മുഖം നോക്കും. എന്തെങ്കിലും സാമ്യമുണ്ടോ നിങ്ങൾ? ഞാൻ ഇത്രയും നേരം സാറിന് മുമ്പ് ഞാൻ വന്നു. സാറിന് എന്തൊരു മനസ്സിലായി? ഈ രണ്ട് മുഖത്ത് നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല. ഒന്ന് നോക്കി സത്യം നോക്കി. നിന്റെ കാര്യം നോക്കി പോടേ. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എനിക്ക് എന്റെ അച്ഛനെ വേണം. എനിക്ക് വേറെ തെളിവുണ്ടോ? തെളിവുണ്ട്. കുഞ്ഞുനാളില് എനിക്ക് അച്ഛനെ കാണണമെന്നും പറഞ്ഞാൽ ആശി പിടിച്ച് കരുവായിരുന്നു. അച്ഛൻ അഭിനയിക്കുന്ന സിനിമ തിയേറ്റർ വരുമ്പോ സിനിമ തീരുമ്പോ ഞാനും എന്റെ അമ്മയും കൂടെ തിയേറ്ററിന്റെ ബാക്കിൽ പോയി നിൽക്കുമായിരുന്നു. അതെന്തിന്? അഭിനയം കഴിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി വരുമല്ലോ. ഈ മണ്ടത്തരം കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ ഞാനല്ലെന്ന്. ഇപ്പൊ തനിക്ക് എന്താ വേണം? ഈ ഷൂട്ട് ഒന്നുകൂടെ നടന്നോട്ട്. എനിക്ക് എന്റെ അച്ഛനാണെന്നുള്ള തെളിയിക്കാനുള്ള എന്തെങ്കിലും. നീ ഒരു ഫോട്ടോ എടുത്തോ, വീട്ടിൽ കൊണ്ട് കാണിട്ട് പോ. അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫി എടുത്തോട്ടാ. സെൽഫി എടുത്തോണ്ട് പോ. സാർ എന്റെ ഫോൺ ഓഫായി. എന്റെ സെൽഫി എടുത്ത നമ്പറിൽ അയച്ചു തരും. എവിടെ കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട്? അമ്മയെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നെന്നുള്ള തെളിവ് കാണിക്കണ്ടേ. ഫോട്ടോ എടുത്ത് മാറിക്കോ. ഒന്ന് ചേർന്ന് നിൽക്കണം. ഒരു മിനിറ്റ് കോൾ വന്നു. ഹലോ, ആ ഷൂട്ട് നടന്നോണ്ടിരിക്കുക. ഇല്ലല്ല, സീലം പ്രശ്നക്കാരൻ അവൻ തന്നെ അവിടെ വന്നിരിക്കുന്നത്. വിളിക്കാം. ഓക്കെ സാറേ. സെൽഫി തിരിച്ചോണ്ടില്ല. അച്ഛനല്ലേ ഫോണല്ലേ? എങ്ങനെയല്ലേ? അതെ, ഷൂട്ട് മുടങ്ങും. മിക്കവാറും മുടങ്ങും. കൂടെ പ്രശ്നമായിട്ടിരിക്കുക. ശരി എന്നാ. ശരി എടുക്കണ്ടേ? ഞാൻ എടുത്തു തരാം. ഞാൻ ഇറങ്ങിപ്പോവാ. ഒരു കാര്യം ചെയ്യട്ടെ, DNA ടെസ്റ്റ് നടത്താൻ തലേന്നൊരു മുടി എടുത്തു തരാൻ പറ്റൂ? മുടി. എന്തിന് DNA ടെസ്റ്റ്? എനിക്ക് ഉറപ്പാണ് നിങ്ങൾ മകനല്ലേ. എന്റെ അച്ഛനെ നീ തെളിയിക്കണം. എങ്ങനെ തെളിയിക്കും നിങ്ങൾ? ഞാൻ തെളിയിക്കും. അതിന് ഞാൻ മുടി കൊടുക്കണോ? ഞാൻ മുടി കൊടുക്കണോന്ന്? എന്തിന് ഞാൻ മുടി കൊടുക്കണം? ഇവിടെ അനുഗ്രഹം വെള്ളം മേടിച്ചു ഫോട്ടോ എടുക്കാൻ. എന്തിന് ഞാൻ മുടി? അല്ലെങ്കിൽ അങ്ങനെ അനുഗ്രഹം എന്താ സാർ? എന്താ അനുഗ്രഹം? ഓക്കെ, മുടിയൊക്കെ തരണം പറഞ്ഞ മുടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അല്ല, ഒരു മുടി തരണം. ഒരു മുടിയാ? തരണം. ഞാൻ ടെസ്റ്റ് നടത്തിക്കോളാം. സാറേ, സാറിന്റെ മുടിയെടുത്തോണ്ട് അവൻ പോയി. DNA ടെസ്റ്റിലാണ് സാറിന്റെ പേരെന്ന് പറഞ്ഞാൽ സാർ നാറുവേ. എന്റെ പേര് മാത്രമല്ല, ഒരു 10-20 പേര് തെളിയും. എന്തായാലും മനസ്സിലായില്ല. 17 നടന്മാര് വെച്ച വിഗാണ് അവ എടുത്തോണ്ട് പോയത്.
പിന്നെ എന്റെ പേര് മാത്രമാണോ തെളിയുന്നത്? ഒരു മുടി എടുത്തോണ്ട് പോകാൻ വിഗ് എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്.